ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ടാരോ അല്ല, ന്യൂമറോളജിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലേ. നമ്മളുടെ പേര് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണോ? ഇപ്പം ന്യൂമറോളജി പ്രകാരം അത് എങ്ങനെയാണ് നോക്കുന്നത്? ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ പല സെലിബ്രിറ്റീസും അവരുടെ പേരിലൊക്കെ ചേഞ്ചസ് വരുത്തുന്നത്. ചില ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നു, ചില ലെറ്റേഴ്സ് കളയുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ അത് ന്യൂമറോളജി പ്രകാരം ഒന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 നമ്പർ കണ്ടുപിടിക്കും. 2 നമ്പർ എന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ ഭാഗ്യ നമ്പർ എന്താണ്, ഓക്കെ, ലക്കി നമ്പർ എന്താണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങളുടെ നെയിം നമ്പർ എന്താണ്, നെയിം നമ്പർ, പേരിൻ്റെ നമ്പർ എന്താണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരേപോലെയാണ് കിട്ടുന്നതെങ്കിൽ യെസ്, നിങ്ങൾക്കിപ്പോൾ എന്താണ് ഡെസ്റ്റിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ പേര് നമുക്ക് സക്സസ്സും ലക്കും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഭാഗ്യ നമ്പർ എന്താണ്. ഓക്കെ, അപ്പം ഭാഗ്യ നമ്പർ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അപ്പോൾ ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ പോവാണ്. 13/5/1994. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഒരാളുടെ ലക്കി നമ്പർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കുന്നത്, ജസ്റ്റ് ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഓക്കെ, 13 ആയിട്ട് എടുക്കില്ല, 1 + 3 നമുക്കൊന്ന് ആഡ് ചെയ്യാം. 1 + 3 + 5 + 1 + 9 + 9 + 4 എന്ത് കിട്ടും? 1 + 3 4, 4 + 5 9, 9 + 1 10, 10 + 9 19, 19 + 9 28, 28 + 4 32. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 32നെ സിംഗിൾ ഡിജിറ്റ് ആക്കണം. 3 + 2 5. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊരു പേര് വേണം അല്ലേ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേര്, ചുമ്മാ ഒരു പേര് എഴുതാണ്. ആതിര, ATHIRA. ഓക്കെ അല്ലേ? ആതിര. അപ്പം നമ്മൾ നെയിം നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ്. നെയിം നമ്പർ. അപ്പോൾ എങ്ങനെയാണ് നെയിം നമ്പർ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ 26 ലെറ്റേഴ്സ് ഉണ്ട്, A to Z വരെ. അപ്പം 1 to 8 വരെയുള്ള ഓരോ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ചില ആൽഫബറ്റ്സ് എടുക്കും. അതായത് 1 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൽഫബറ്റ്സ് A, I, J, Q, Y. ഓക്കെ, 2നാണെങ്കിൽ B, K, R. 3 ആണെങ്കിൽ C, G, L, S. 4 ആണെങ്കിൽ D, M, T. 5 ആണെങ്കിൽ
PHN. 6 UVW. 7 OZ. 8 FP. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. നമ്മൾ ന്യൂമറോളജിയിൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെയിം എന്താണ്? ആതിര എന്നല്ലേ? ഈ ആതിരയുടെ നെയിം നമ്പർ, ഇത് ഓരോ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ നമ്പേഴ്സ് എടുത്തിട്ട് നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്യും. നമുക്ക് നോക്കാം. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് എഴുതാണ്, ആതിര. അപ്പോൾ എ എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് വരുന്ന ലെറ്റർ ഏതാണ്? നമ്പർ ഏതാണ്? 1, റൈറ്റ്. ടി ആണെങ്കിൽ ഇറ്റ് ഇസ് 4. എച്ചിന് 5. ഐ അഗെയിൻ 1. ആർ ആണെങ്കിൽ 2. എക്ക് 1. ഈ നമ്പേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക. 1 + 4 + 5 + 1 + 2 + 1 എന്ത് കിട്ടും? 1 + 4 5, 5 + 5 10, 10 + 1 11, 11 + 2 13, 13 + 4 13 + 1 14. അപ്പോൾ നമ്മൾ 1 + 4 = 5. അപ്പോൾ നമുക്കിവിടെ രണ്ടും 5 കിട്ടി. ഭാഗ്യ നമ്പറും 5 ആണ്, നെയിം നമ്പറും 5 ആണ് അല്ലേ? ലക്കി നമ്പറും 5 ആണ്, നെയിം നമ്പറും 5 ആണ്. അപ്പോൾ ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ആതിര എന്ന് പറയുന്ന നെയിമിൽ ഇത് ആപ്റ്റാണ്. ഇത് സക്സസ് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ന്യൂമറോളജിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയൊക്കെ പേരൊക്കെ നിങ്ങൾ എഴുതി നോക്കിയിട്ട് ജസ്റ്റ് സിങ്ക് ആവുന്നോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ്. ഇതിനകത്ത് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള കുറേ സ്റ്റെപ്സും കൂടി ഉണ്ട്, ഞാനത് ഒമിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം. അതുവരെ ബൈ.